Hi dear students, welcome back to our channel ChemQueen. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാനിസെറോ റിയാക്ഷൻ എന്താണെന്ന്. നമ്മുടെ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് കണ്ടൻസേഷൻ റിയാക്ഷൻസ് ആണ് ആൽഡോൾ കണ്ടൻസേഷനും കാനിസെറോ കണ്ടൻസേഷനും അല്ലെങ്കിൽ കാനിസെറോ റിയാക്ഷൻ. ആൽഡോൾ കണ്ടൻസേഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ആൽഡോൾ കണ്ടൻസേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലുള്ളൊരു കണ്ടൻസേഷനാണ് കാനിസെറോയും. ഓക്കെ, ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് തരുന്ന റിയാക്ഷൻസ് ആണ്. പക്ഷേ ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രത്യേകത ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഹാവിങ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡ്സോ കീറ്റോൺസോ മാത്രമാണ് ആൽഡോൾ കണ്ടൻസേഷൻ തരിക. നേരെ ഓപ്പോസിറ്റാണ് കാനിസെറോ റിയാക്ഷൻ. ആൽഡിഹൈഡ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ആൻ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സ് തരുന്ന ഒരു കണ്ടൻസേഷനാണ് കാനിസെറോ റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും റിയേജൻറ്റ് സെയിം തന്നെയാണ്, ആൽക്കലി തന്നെയാണ് രണ്ടിൻ്റെ റിയേജൻറ്റ്. അതായത് NaOH അല്ലെങ്കിൽ KOH തന്നെയാണ് രണ്ടിടത്തും. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവർ ആൽഡോൾ നടത്തും, ഇല്ലെങ്കിൽ അവർ കാനിസെറോ നടത്തും. ഇനി കാനിസെറോ എങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് നോക്കാം. അപ്പോൾ അങ്ങനെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തൊരു ആൽഡിഹൈഡ് ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്ട്സ് കിട്ടും. ഒന്നൊരു ആൽക്കഹോളും പിന്നെ ഒന്നൊരു കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടും ആയിരിക്കും കിട്ടുക. ഈ റിയാക്ഷനെ നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ എന്നാണ് പറയാം. അതെന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. HCHO ഫോർമാൽഡിഹൈഡ്. ഇതിന് ആൽഡോൾ ആണോ നടക്കുക കാനിസെറോ ആണോ നടക്കുക എന്ന് ആദ്യം നോക്കണം. കാരണം റിയാക്ഷനിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ, HCHO ഇൻ പ്രസൻസ് ഓഫ് NaOH. ഇത് കാണുമ്പോൾ നമുക്കിത് ആൽഡോ കണ്ടൻസേഷൻ ആണോ കാനിസെറോ ആണോ എന്ന് സംശയം വരും. അപ്പോൾ ആ സംശയം മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇല്ല, ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ നേരെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാ? CHO. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് നേരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഹൈഡ്രജനിലേക്കാണ്. വിച്ച് മീൻസ് ഇവിടെ ഒരു ആൽഫ കാർബൺ പോലും ഇല്ല. ആൽഫ കാർബൺ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ ഒരു ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഫോർമാൽഡിഹൈഡ്, ദിസ് ഇസ് ഫോർമാൽഡിഹൈഡിൽ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇയാളെ ആൽക്കലി വെച്ച് ഫ്യൂസ് ചെയ്താൽ നടക്കുന്നത് ആൽഡോൾ ആയിരിക്കില്ല, കാനിസെറോ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു കാനിസെറോ എന്ന് പറഞ്ഞൊരു ഡിസ്പ്രപ്പോർഷനേഷനാണ്. ഡിസ്പ്രപ്പോർഷനേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫോർമാൽഡിഹൈഡിൻ്റെ തന്നെ രണ്ട് മോളിക്യൂളാണ് ഇവിടെ റിയാക്ട് ചെയ്യുക. നമ്മുടെ സെൽഫ് ആൽഡോൾ പോലെ ഫോർമാൽഡിഹൈഡ് തന്നെ രണ്ട് മോളിക്യൂൾ റിയാക്ട് ചെയ്യും. ദെൻ വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ? നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഒരു സ്പീഷീസിന് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന് തന്നെ ഒരേ സമയത്ത് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ. ഒരു റിയാക്ഷനിൽ തന്നെ രണ്ടും സൈമിൾട്ടേനിയസ്ലി നടന്നാൽ നമ്മളതിനെ റിഡോക്സ് എന്നാണ് വിളിക്കുക. ഒരാൾക്ക് ഓക്സിഡേഷനും മറ്റൊരാൾക്ക് റിഡക്ഷനും നടന്നാൽ അതിനെ റിഡോക്സ് എന്നാണ് വിളിക്കുക. ഒരാൾക്ക് തന്നെ രണ്ടും നടക്കണം ഒരു റിയാക്ഷനിൽ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരു റിയാക്ഷനിൽ ഒരാൾക്ക് ഓക്സിഡേഷനും മറ്റൊരാൾക്ക് റിഡക്ഷനും നടന്നാൽ അത് റിഡോക്സാണ്. ഒരു റിയാക്ഷനിൽ ഒരാൾക്ക് തന്നെ രണ്ടും സംഭവിച്ചാൽ, ഓക്സിഡേഷനും റിഡക്ഷനും ഒരു സ്പീഷീസിന് തന്നെ സംഭവിച്ചാൽ നമ്മളതിനെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയാം. സോ കാനിസെറോ റിയാക്ഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫോർമാൽഡിഹൈഡിൻ്റെ രണ്ട് മോളിക്യൂൾ എടുത്താൽ ഒരു മോളിക്യൂളിന് റിഡക്ഷൻ നടക്കും. ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാൽ എന്തായിട്ടാണ് മാറുക? ആൽഡിഹൈഡിന് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ. ഒരു ചെയിൻ ഉണ്ട്, ആ ചെയിൻ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. ആൽഡിഹൈഡിന് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ആൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാൽ ആൽക്കഹോളാണ്. ഒരു കാർബണുള്ള ആൽക്കഹോൾ ഏതാ? CH3OH, മെത്തനോൾ കിട്ടും അല്ലേ. ഇനി ഒരു മോളിക്യൂള് റിഡക്ഷൻ നടന്നു, അടുത്ത മോളിക്യൂളിന് എന്താ നടക്കുക? ഓക്സിഡേഷൻ. ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ എന്താ കിട്ടുക? കാർബോക്സിലിക് ആസിഡ്. ഒരു കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ഏതാ? HCOH, ഫോമിക് ആസിഡ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതായത് ഏതെങ്കിലും ഒരു ബേസിൻ്റെ പ്രസൻസിലല്ലേ നടക്കുന്നത്. അപ്പോൾ ഈ ആസിഡ് അപ്പോൾ തന്നെ അതിൻ്റെ സോൾട്ടായിട്ട് മാറും. നമ്മൾ NaOH ഉപയോഗിച്ചെങ്കിൽ സോഡിയം സോൾട്ട് കിട്ടും, KOH ഉപയോഗിച്ചെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ആയിരിക്കും കിട്ടുക. ഇതിനെയാണ് നമ്മൾ സോഡിയം ഫോമേറ്റ് എന്ന് വിളിക്കും. ദിസ് ഈസ് സോഡിയം ഫോമേറ്റ്. ഫോമിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ട് ആയതുകൊണ്ടാണ് ഇതിനെ സോഡിയം ഫോമേറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് തന്നെ പൊട്ടാസ്യം ഫോമേറ്റും വരാം. KOH ആണെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ആയിരിക്കും, NaOH ഉപയോഗിക്കുകയാണെങ്കിലാണ് സോഡിയം സോൾട്ട്. അപ്പോൾ എപ്പോഴും അതിൻ്റെ സോൾട്ടായിട്ടേ വരുള്ളൂ, ഓപ്ഷനിൽ ഉണ്ടാവും. സോൾട്ടായിട്ട് തന്നെ ആയിരിക്കും ഓപ്ഷനിൽ, ആസിഡായിട്ട് ഒരിക്കലും ഓപ്ഷനിൽ കൊടുക്കാറില്ല. അപ്പോൾ ഒരു മോളിക്യൂളിന് ഓക്സിഡേഷനും നടത്തണം, മറ്റേ മോളിക്യൂളിന് റിഡക്ഷനും നടത്തണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൽക്കഹോളും പ്രൊഡക്റ്റായിട്ട് കിട്ടും, ഒരു സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും പ്രൊഡക്റ്റായിട്ട് കിട്ടും. എളുപ്പമല്ലേ എഴുതാൻ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ബെൻസാൽഡിഹൈഡ് ഒന്ന് നോക്കി നോക്കാം. ആരെ ബെൻസാൽഡിഹൈഡ്? ബെൻസീൻ റിങ്ങിൽ CHO വരുന്നതിനെയാണ് നമ്മൾ ബെൻസാൽഡിഹൈഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് അറ്റാച്ച് ചെയ്ത കാർബൺ ഇതാണ്, വിച്ച് മീൻസ് ഇതാണ് ഇവിടുത്തെ ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും സംശയം വരും. ബെൻസീൻ അല്ലേ ഈ റിങ്, ബെൻസീനിലെ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ.
അതിൽ ഈ കാർബണിൽ ഒരു ഹൈഡ്രജൻ കളഞ്ഞിട്ടല്ലേ അവിടെ ആ CHO കയറിയിരിക്കുന്നത്. വിച്ച് മീൻസ് ആ കാർബണിൽ ഇനി എന്തില്ല, ഹൈഡ്രജൻ ഇല്ല. അപ്പം അങ്ങനെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തൊരു ആൽഡിഹൈഡ് നമ്മൾ NaOH വെച്ച് ട്രീറ്റ് ചെയ്താൽ അതിൻ്റെ 2 മോളിക്യൂൾ ഒരുമിച്ച് ചേർന്ന് ഡിസ്പ്രപ്പോർഷനേഷൻ നടന്ന് കാനിസറോ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ബെൻസാൽഡിഹൈഡിന് ആദ്യം റിഡക്ഷൻ നടത്താം. റിഡക്ഷൻ നടത്താൽ ബെൻസാൽഡിഹൈഡ് എന്തായിട്ട് മാറും, ആൽക്കഹോളായിട്ട് മാറും. എന്താ, ഫീനോളാണ് ആകുന്നത്? അല്ല, ഈ C കളയരുത്, ആ C അങ്ങനെ തന്നെ വേണം, CH2OH. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ദിസ് ഇസ് ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസാൽഡിഹൈഡിന് റിഡക്ഷൻ നടത്തിയാൽ ബെൻസൈൽ ആൽക്കഹോൾ കിട്ടാം. അല്ലാതെ ബെൻസീൻ നിങ്ങൾ നേരെ ഒഴിച്ചിട്ട് ഫീനോൾ എഴുതി വെക്കരുത്. ഈ ഒരു കാർബൺ കൂടെ കൂട്ടി എത്ര കാർബൺ റിയാക്റ്റൻറ്റിലുണ്ടോ അത്രയും കാർബൺ തന്നെ പ്രൊഡക്റ്റിലും റീറ്റെയിൻ ചെയ്തോളണം. ക്ലിയർ? അങ്ങനെ വരും. ഇനി ഇതിൻ്റെ ആസിഡോ ബെൻസോയിക് ആസിഡ് അല്ലേ? പക്ഷെ ബെൻസോയിക് ആസിഡ് അല്ല, അതിൻ്റെ സോഡിയം സോൾട്ട്. NaOH എടുത്തുകൊണ്ട് സോഡിയം സോൾട്ട്. ഇതിൻ്റെ പേരെന്തായിരിക്കും? സോഡിയം ബെൻസോയേറ്റ്. പേരെന്തിനാ പറഞ്ഞു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ പേരായിട്ടായിരിക്കും, സ്ട്രക്ചർ ആയിരിക്കില്ല. മറ്റത് സോഡിയം ഫോമേറ്റ്, ഇത് സോഡിയം ബെൻസോയേറ്റ്. ഇത് രണ്ടുമാണ് മോസ്റ്റ് പ്രോബബ്ലി ക്യാൻസർ ഓയിൽ ചോദിക്കാറുള്ളൂ. അതായത് ഫോമാൽഡിഹൈഡും ബെൻസാൽഡിഹൈഡും ആണ് ക്യാൻസർ ഓയിൽ എപ്പോഴും ചോദിച്ച് കാണുക. അപ്പോൾ അതിൻ്റെ തന്നെ 2 മോളിക്യൂൾ എടുത്തിട്ട് ഒരാൾ റിഡക്ഷനും ഓക്സിഡേഷൻ നടത്തുന്ന ആളുടെ സോഡിയം സോൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് അതും എഴുതുക. ഇങ്ങനെയാണ് ഓപ്ഷനെങ്കിൽ ആ പേരും കൂടെ എഴുതാൻ പഠിച്ചിരിക്കണം. ഇത് ബെൻസൈൽ ആൽക്കഹോളും ഇത് സോഡിയം ബെൻസോയേറ്റും ആണ്. എളുപ്പമല്ലേ ക്യാൻസറോ? ആൽഡോളിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണ് ക്യാൻസറോ എഴുതാൻ. ഇനി ആൽഡോൾ 3 ടൈപ്പ് ഉണ്ടായിരുന്നു. സെൽഫ് ആൽഡോൾ, ക്രോസ് ആൽഡോൾ, മിക്സ്ഡ് ആൽഡോൾ. ക്യാൻസറോ 2 ടൈപ്പ് ഉണ്ട്. വെറും ക്യാൻസറോയും ഉണ്ട്, ക്രോസ് ക്യാൻസറോയും ഉണ്ട്. നെക്സ്റ്റ് ക്രോസ് ക്യാൻസറോ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രോസ് ക്യാൻസറോ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലായിരിക്കും. ക്രോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത 2 ഡിഫറെൻ്റ് ആൽഡിഹൈഡ്സ് തമ്മിലാണ് നടക്കുന്നതെങ്കിൽ അതിനെ ക്രോസ് ക്യാൻസറോ എന്ന് പറയും. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത 2 പേരാണ്, ഒന്ന് ഫോമാൽഡിഹൈഡും മറ്റൊന്ന് ബെൻസാൽഡിഹൈഡും. ഇവർക്ക് 2 പേർക്കും എന്തില്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ്സാണ്. ഇവർ ഒറ്റയ്ക്ക് ക്യാൻസർ ചെയ്താൽ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇവർ 2 പേരെയും കൂടെ ഒരുമിച്ച് ക്യാൻസർ ചെയ്താൽ എഗെയിൻ ഒരാൾക്ക് റിഡക്ഷനും നടക്കും, ഒരാൾക്ക് ഓക്സിഡേഷനും നടക്കും. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആർക്ക് റിഡക്ഷൻ നടക്കും, ആർക്ക് ഓക്സിഡേഷൻ നടക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു കൺഫ്യൂഷൻ. 2 പേർക്കും 2 നടക്കാമല്ലോ. ആരായിരിക്കും ഓക്സിഡേഷന് പ്രിഫർ ചെയ്യുക, ആരായിരിക്കും റിഡക്ഷന് പ്രിഫർ ചെയ്യുക? നമുക്ക് സിലബസിൽ എപ്പോഴും ക്രോസ് ക്യാൻസറോയിൽ ഒരാൾ ഫോമാൽഡിഹൈഡ് ആയിരിക്കും. അങ്ങനെയുള്ളത് മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. അപ്പോൾ ഫോമാൽഡിഹൈഡ് ക്രോസ് ക്യാൻസറോയിൽ വന്നാൽ എപ്പോഴും ഓക്സിഡേഷൻ നടക്കുന്നത് ഫോമാൽഡിഹൈഡിനായിരിക്കും. ഫോമാൽഡിഹൈഡ് ഓൾവേസ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ഇൻ ക്രോസ് ക്യാൻസറോ. അതങ്ങനെ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഫോമാൽഡിഹൈഡ് ഉണ്ടാവും നമ്മുടെ ക്രോസ് ക്യാൻസറോയിലെല്ലാം ഫോമാൽഡിഹൈഡ് ആയിരിക്കും ഒരാൾ. ഫോമാൽഡിഹൈഡ് എപ്പോഴും എന്തേ നടക്കുള്ളൂ, ഓക്സിഡേഷൻ. ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡ്, NaOH ആണെങ്കിൽ അതിൻ്റെ സോഡിയം സോൾട്ട്, ദാറ്റ് ഇസ് HCOONA. ഇതിൻ്റെ പേരെന്തായിരുന്നു? സോഡിയം ഫോമേറ്റ്. സോഡിയം ഫോമേറ്റ്. ഇനിയോ ഇയാൾക്ക് റിഡക്ഷൻ ഓക്സിഡേഷൻ നടന്നെങ്കിൽ ഒബ്വിയസ്ലി മറ്റാൾക്ക് എന്തായിരിക്കും, റിഡക്ഷൻ ആയിരിക്കും. അപ്പോൾ ബെൻസാൽഡിഹൈഡിന് റിഡക്ഷൻ നടന്നാൽ കിട്ടുന്നത് ബെൻസൈൽ ആൽക്കഹോൾ. ഇതാണ് ബെൻസൈൽ ആൽക്കഹോൾ. കണ്ടോ? അപ്പോൾ ക്രോസ് ക്യാൻസറോയിൽ എളുപ്പമല്ലേ നോക്കിയേ. ക്രോസ് ക്യാൻസറോയിൽ എപ്പോഴും ഒരാൾ ഫോമാൽഡിഹൈഡ് ആയിരിക്കും. ഫോമാൽഡിഹൈഡ് എപ്പോഴും അതിൻ്റെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. ബാക്കി ആരാണോ ഉള്ളത് അത് ബെൻസാൽഡിഹൈഡ് ആണ് മിക്കപ്പോഴും ചോദിക്കാറ്. ഇനി വേറെ ആരെങ്കിലും ആണെങ്കിലും അയാൾക്ക് റിഡക്ഷൻ നടന്നിട്ടുള്ള ആൽക്കഹോൾ കറസ്പോണ്ടിങ് ആൻസർ ആയിട്ട് എഴുതാം. ഇവിടെയും പേരായിരിക്കാം ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുക. അതുകൊണ്ട് പേര് മനസ്സിലാക്കി വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ക്യാൻസറോയിൽ 2 ഉണ്ട്, വെറും ക്യാൻസറോയും ക്രോസ് ക്യാൻസറോയും. ആൽഡോൾ ആണെങ്കിലും ക്യാൻസറോ ആണെങ്കിലും റിയേജൻറ്റ് സെയിം തന്നെ, ഒരു ആൽക്കലി ആയിരിക്കും. 2 പേർക്കും കണ്ടൻസേഷൻ തന്നെയാണ് നടക്കുന്നത്. കണ്ടൻസേഷൻ എഴുതാൻ പഠിക്കുക, പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാൻ പഠിക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയും പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.